യോ ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിമർ ട്യൂബിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഗായ്സ്, ഇന്ന് നമ്മൾ മോളി 7 എന്ന ഒരു ഗെയിം കളിക്കാൻ പോകണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങളോട് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗായ്സ്, നിങ്ങളിതിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടാവും. ഇത് ഒരു നമ്മൾ ഈ വീട്ടിൽ ചിലർക്ക് ഈ പെറ്റിനൊന്നും വളർത്താൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇത് നമുക്ക് പെറ്റിനെ വളർത്തുന്ന കളിയാണ് ഗൈസ്. ഇത് നമ്മൾ ഇതാണ് നമ്മളെ പെറ്റിന് പേറ്റ് ഗെയിമർ ട്യൂബ് എന്നൊക്കെയാണ് പേര് ഗൈസ്. അപ്പോൾ ഇത് എന്താ പറയുക, ഡാറ്റ വേണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾ പോയി കണ്ടിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുക്കാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലിങ്ങനെ കുറേ സംഭവം ഉണ്ടാവും. ഇതിൽ കുറേ ഗെയിമുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫുഡ് മേടിച്ചണമെങ്കിൽ ഇതിൽ പോയിക്കൊണ്ട് മേടിക്കണം. ഞാൻ ഉദാഹരണത്തിനൊരു ജെല്ലിൻ്റെ ഒരു സാധനം മേടിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ മാറ്റി നമുക്ക് ഇനിയിപ്പോൾ ഒരു ഇത് കഴിച്ചാണ് കഴിഞ്ഞത് ഇങ്ങനെ ഫുള്ളാക്കുക. അപ്പോൾ ഈ ഇവിടെ ഈ 1 എന്ന് കാണില്ലേ നുറൂല്, ഈ നീല ഇങ്ങനെ ഫുള്ളായ രണ്ടാമത്തെ വയസ്സ് കിടക്കും. ഇതിപ്പോൾ 1ാമത്തെ വയസ്സാണ് ഇപ്പോൾ ഇതിനുള്ളത്. ഇനി നമുക്ക് ഈ കോണിൻ്റെ എന്താ നോക്കാം. ഇത് ഇവിടെ ഫ്രണ്ട്സാണ് വെച്ചാൽ ഇവർക്ക് ഓരോ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇത്. നമുക്ക് എന്ത് വേണമെങ്കിൽ വർത്താനം പറഞ്ഞ നമ്മളിപ്പോൾ അത് ഒരു സാധനം അടിയിലാണ് അത് നിൽക്കിയാൽ ഇത് അതിനെക്കുറിച്ച് ഇങ്ങനെ വർത്താനം പറയാം, അതാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ അടിയിലോട്ട് ഇറങ്ങാം ഗൈസ്. ഇത് എന്താ പറയുക, ഇത് ഞാൻ നെറ്റ് ഓൺ ആക്കിയത് ഗൈസ്, വെറുതെ നെറ്റ് ഓൺ ആക്കിയതാണ്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഈ കുളിക്കാനൊക്കെ പറ്റും. ഇനി നമുക്കിതാ പല്ലി വെക്കണമെങ്കിൽ ഇതാ നമ്മളിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കണ്ണാടിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിൽക്കിയാൽ മതി. അപ്പോൾ പല്ലി വെക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ ബ്രഷ് കാണുന്നില്ലേ, അങ്ങനെ ആക്കി കൊടുക്കുക ഗൈസ്. അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം എല്ലാം ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റാർ മോഡൽ സാധനം വന്നാൽ തെറ്റൊക്കെ ഇറങ്ങുക. പിന്നെ നമ്മൾ കുളിപ്പിക്കണം ഗൈസ്, നമ്മളിങ്ങനെ ആക്കിയാൽ മതി ഗൈസ്. ഇതിപ്പോൾ ഫുള്ളാണ് ഈ അടിയിലുള്ള പച്ച കണ്ടില്ല ഗൈസ്, അത് ഫുള്ളാണോ എന്നാലും നമുക്ക് റെഡി. അപ്പോൾ ഫുള്ളായിക്കണത് നമ്മൾ ഒരു വെള്ള കളറായി കാരണം വെള്ളം വാങ്ങി നമുക്ക് നൊറുന്നിങ്ങനെ സാധനം വലിച്ചാൽ മതി ഗൈസ്. ഇനി നമുക്ക് ഈ ഡ്രസ്സ് തിരുമ്പണമെങ്കിൽ ഈ വാഷിംഗ് മെഷീനിൽ ഒന്ന് തൊടുക, ഓട്ടോമാറ്റിക്കായി ഡ്രസ്സ് റെഡിയാകും ഗൈസ്. പിന്നെ ഇതിനൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്, അത് പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് അടുത്തിലോട്ട് പോവാം. ഇത് ഉറങ്ങണമെങ്കിൽ ഇതാ നമ്മൾ എന്താ പറയുക, ഈ കർട്ടൺ ഈ ജനാല കണ്ടോ, അവിടെ നിന്ന് തൊട്ടെടുത്താൽ ഇതാണ് അടിയ. അപ്പോൾ നമ്മൾ ഉറങ്ങും. ഇതിപ്പോൾ നമ്മൾ നീപ്പിച്ച് കാണും. പിന്നെ സൈഡിലുള്ള ഈ ഇതുണ്ടല്ലോ, ഈ ആൾമറ തൊട്ടാൽ നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പോകാം. വെച്ചാൽ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഉണ്ടാവും മതി നമുക്ക്. എന്നിട്ട് ശേഷം ഇനിയാണ് നമുക്ക് വർക്കൗട്ടിങ് ഗെയിമിൻ്റെ അവസാനം കളിക്കുക. നമുക്ക് കുറേ ഉണ്ട്. ഇത് നമുക്ക് ജിമ്മും കാര്യങ്ങൾ ബോഡി ഫിറ്റാനൊക്കെ ഉണ്ട്. നമ്മൾ വെള്ളിച്ചാട്ടം നമുക്ക് ചാടാൻ പോലെ അതേമല്ല ഇതാണ്. ഈ ഇതുള്ളത് സ്പിന്നിങ് ചെയ്യുക. എന്നിട്ട് ഓരോരോ സാധനങ്ങൾ ഇതിൽ കാണുന്ന ഓരോ സാധനം നമുക്ക് അതിലൊന്നായിട്ട് കിട്ടും. നമുക്കിപ്പോൾ ഈ ഒരു പാക്കറ്റ് കിട്ടിയെങ്കിൽ ഈ പാക്കറ്റ് എവിടെ ഉപയോഗിക്കേണ്ടതെന്നും ഈ 2 പാക്കറ്റ് ഉണ്ട്, ഈ നീലി റോസും, അതെവിടെയൊക്കെ ഉപയോഗിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഇവിടെ ഇതാക്കണ്ടേ. അപ്പം ഇനി നമ്മൾ നേരെ ഗെയിമിലോട്ട് ഇറക്കാം. ഇത് തുറന്ന് അങ്ങനെയൊക്കെ വരിക. ഇത് നമുക്ക് ഇവിടെ എന്തെങ്കിലും പറയട്ടോ, ഇവിടെ തൊട്ടാൽ മതി. ഇവിടെ എന്തോ തുടങ്ങി ഇവിടെ എന്തോ ഞാൻ ആദ്യമായിട്ട് കളിക്കുന്ന ഹലോ നിൽക്കണം. ഹലോ ആണോ ഗൈസ്, ഇങ്ങനെയാണ് അത് ആ വർക്കൗട്ട് ചെയ്യാൽ. ഈ കോണിൻ്റെ ഇത് ചെയ്താൽ നമ്മൾ ഭൂമിൻ്റെ അണ്ടർഗ്രൗണ്ട് പോകും. അവിടെ നമുക്ക് സ്വർണ്ണത്തിന് ഇതുണ്ടാവും. എന്നിട്ട് അത് നമ്മൾ തൊട്ടിങ്ങനെ കൊടുത്താൽ മതി ഗൈസ്. അത് വെച്ചാൽ നമ്മൾ തൊട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കല്ല,
തരാം. ഒന്ന് തൊടുക നിൽക്കുക, തൊട്ടാ ഇങ്ങനെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ പൈസ കൂടുന്നുണ്ട്. അതായത് നേരത്തെ 200 ചില്ലാനാണ്, ഇപ്പോൾ 360 ഉണ്ടായി കിട്ടിയെങ്കിൽ ഒറ്റടിച്ചാൽ പോകും. ഇനി നമ്മളെ ഗെയിം പറഞ്ഞത് ഇവിടെ കണ്ടങ്ങൾ ഒരു ഗെയിം കളിക്കുന്ന മോഡൽ സാധനം അവിടെ നിൽക്കുക. ആ നിൽക്കുക കുറേ ഗെയിംസ് ഉണ്ട്, കുറേ ഗെയിംസ് ഉണ്ട്. ഞാൻ ഉദാഹരണത്തിൽ എല്ലാ ഗെയിമും കളിച്ച് കാണിച്ചു തരാം. ഇതിങ്ങനെ കജ്ജിരട്ടോ കഴിച്ച് അതുകൊണ്ട് നമുക്ക് അടുത്ത് ഇത് നോക്കാം. അടുത്ത മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് തോന്നുന്നു. ഇത് തിരിച്ച് വെച്ചിട്ടുണ്ടോ ഈ സാധനം കുറയാൻ പാടില്ല കേട്ടോ. ഇത് കുറഞ്ഞതിന് മുന്നേ നമുക്കൊരു മീനെ കിട്ടും. അപ്പോൾ ആ സാധനങ്ങൾ പോകും. അങ്ങനെ ഗൈസ്, അപ്പോൾ അടുത്ത ഗെയിം നമുക്ക് നോക്കാം. അടുത്ത ഗെയിം പറഞ്ഞാൽ ഇത് നമ്മളെ ഈ എന്തൊക്കെ അറിയില്ല, എൻ്റെ ഈ ഓരോരോ സ്ഥലത്ത് പോയി കണ്ടാൽ ജീവിതത്തിൻ്റെ പേര് എനിക്കറിയില്ല. അതങ്ങനത്തെ ഗെയിമാണ്. പിന്നെ ഇത് നമ്മൾ സാധാരണ ഉണ്ടാവും ഓരോരോ സാധനം ഇങ്ങനെ അതാപം ഇങ്ങനെ പൊങ്ങി വരും. ഈ ചങ്ങാനും പൊട്ടിച്ചണം. അതാണ് ഗൈസ് ഇതിൻ്റെ ഇത്. നമുക്ക് അടുത്ത ഗെയിം നോക്കാം. ഗൈസ് ഇത് പരസ്യം വേണ്ട ഗൈസ്, ക്ഷമിക്കണം നിങ്ങൾ. പിന്നെ ഇതെന്താ സൂര്യൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ല. ഇത് നമ്മളിങ്ങനെ പിടിക്കുക, ഒരൊറ്റ തൊടല അപ്പോൾ അത് പൊട്ടിപ്പോയി ഗൈസ്. നമ്മൾ ഇതിമൊക്കെ എത്തണം. ഞാൻ അതൊന്ന് കാണിച്ചാൽ ഒറ്റ കളിയാണ് കേട്ടോ. ആണോ ഇങ്ങനെയാണ് ഗൈസ്. ഇതിപ്പോൾ ഇവിടേക്ക് എത്തി. അങ്ങനെ എത്തിക്കലാണ് ഗൈസ് ഇത്. ഇനി നമുക്ക് ഇത് നോക്കാം, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ്ടാവും. ഇതൊരു ഇതാണ് തരാം. ഇതിന് ടൂൺ വേണമെങ്കിൽ കാണിച്ചത്. ഇതിന് ടൂൺ എടുക്കുക വെച്ചാൽ ഞാനിതിൽ ഇത് ഓഫാക്കിൻ്റെ ഗൈസ്. നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ ഓഫാക്കിയിട്ട് ചെയ്യും. നമ്മളെ ഇതൊക്കെ ഓഫാക്കിയിട്ട് ചെയ്യും. ഞാൻ ഇതിൻ്റെ സൗണ്ട് ഞാൻ നോക്കിയിട്ട് ചിലപ്പോൾ ഇത് വരും. ഇതിന് സൗണ്ടില്ല ഗൈസ്, ചില ഇതിന് സൗണ്ട് ഉണ്ടാവും. ആണോ ഗൈസ്, ഇതാണ് ഇതിന് സൗണ്ട് ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കുറച്ചൊക്കെ പോയിട്ടോ ഗൈസ്, കുറച്ചൊക്കെ പോകുള്ളൂ. അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പാട്ട് ചെയ്യുക ഗൈസ്, അതാണ് നല്ലത്. ഇനി അടുത്ത ഗൈസാണ് ഈ ബാസ്കറ്റ് ബോളാണ് കളിക്കുന്നത്. നമ്മൾ ചേച്ചി പിടിക്കേണ്ടി വരും പറഞ്ഞില്ല ഗൈസ്. പിന്നെ നമ്മൾ റോക്ക് ബോട്ടിൻ്റെ കളിക്കാൻ പോകുന്നത് ഓല കള്ളിക്കൂണാൽ നമുക്ക് പൈസ കിട്ടുക. അതാണ് കഴിച്ചത്. ഇത് ബാസ്കറ്റ് ബോളിൻ്റെ ഒരു സാധനം ഞങ്ങൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഈ സാധനത്തിന് അപ്പോൾ നമ്മൾ ഊണാൽ നമുക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കളിച്ചാൽ. ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് ഒരു സ്വർണ്ണം നമ്മളിങ്ങനെ നീക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങൾ കിട്ടും. 4 രൂപ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒരു സ്വർണ്ണത്തോടെ എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടും. അങ്ങനെ പൈസ ഉണ്ടാക്കാം. പിന്നെ ഇതിലാട്ടോ പൈസ ഉണ്ടാവും, ശരിക്കും പൈസ ഒന്നുമല്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഈ തവള നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പുറത്തോട്ട് എന്തെങ്കിലും സാധനത്തുമ്പോൾ തട്ടിയാൽ ഔട്ടായിരിക്കും. അപ്പോൾ ഇതെന്താക്കാം, ഇത് സംഭവം നമ്മളിങ്ങനെ നീട്ടിയാൽ മതി. അപ്പോൾ ദോഹറായി അപ്പുറത്തേക്ക് ചാടി ഇതിന് ഒപ്പം കണക്റ്റ് ആക്കി തരണം. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത്ര ഉണ്ടോ ഗൈസ്. അതിന് ഓരോ കറക്റ്റൊക്കെ കുറച്ചൊക്കെ ഇതായാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഓരോ ഫ്രൂട്ട് വെട്ടും. നമ്മൾ കല്ല് വരും, അത് എന്താ പറയുക വെട്ടത്തിൽ നിന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് അടുത്തായി നോക്കാം. ഇത് നമ്മൾ സാധാരണ ഈ ചെറിയ ഫോണിലുണ്ടാവില്ലേ ഈ പാമ്പിൻ്റെ ഗെയിം, അതാട്ടോ ഗൈസ്, അതാണ്. പിന്നെ ഇത് പറഞ്ഞത് ഇതങ്ങനെ വരും. അത് നമ്മളിങ്ങനെ തൊട്ടഴിയാൽ ഇത് എത്ര പോകുന്നുണ്ട് നോക്കുക. ഐസ് സ്കോർ എത്ര നോക്കാനാണ് ഗൈസ്. എന്നിട്ട് അങ്ങനെ പോകലാണ് ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത ഗെയിം നോക്കാം. ഇത് ചെയ്യേണ്ടത് ഈ സാധനം കണ്ടില്ലേ, അങ്ങനെ ഇതാക്കുമ്പോൾ ഈ കൊട്ടി കാണണം. അപ്പോൾ നമ്മളിതൊന്ന് വീണിട്ടുണ്ട് കണ്ടില്ലേ. ഇതൊരു പൂവാണ്. ആ ഈ പൂവുമ്മക്ക് ഇത് തേനീച്ചകൾ വരാനയക്കരുത്. ഇതിമ്മ തുടരുത്, പച്ചമ്മ തുടരുത്. വാക്കുള്ള എല്ലാത്തിനും തൊടാം, പച്ചട്ടും കാട്ടില്ല, വാക്കുള്ള എല്ലാത്തിനും തൊടാം. അപ്പോൾ നമുക്ക് ഈ ഗെയിമിനുള്ളൂ. ഇനി രണ്ടാമത്തെ ഗൈസ്. രണ്ടാമത്തേൽ നമ്മളിപ്പോൾ ഈ സാധനം കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ മേടിച്ചാൽ
ഇതായി ചെറിയ ഗൈസ് ആ സാധനത്തിന് ഉള്ളുമ്പോൾ അതാണ് ഇതിൻ്റെ ഇത്. ഇനി അടുത്ത് നോക്കാം ഗൈസ്. ഇത് ഒച്ചാട്ടോ ഗൈസ്. ഒച്ചിനിങ്ങനെ അങ്ങനെ മറച്ച് ആണോ ഗൈസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കണം ഗൈസ്. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ പൈസ കിട്ടും. ഇനി അടുത്ത ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓ ഗൈസ് ചെറിയ ഈ വലിയ ബോൾ പക്ഷെ നമ്മൾ ഈ ബീരങ്ങ നമ്മളിങ്ങനെ കൊടുക്കുന്ന ഒരു ഇതുണ്ടാവില്ല അതിമക്ക് തട്ടാൻ പാടില്ല. തട്ടിയോണ്ട് ഞാൻ ഇതെന്താ നമുക്ക് നോക്കാം. സംഭവം ഇതിനാണ് വേറെ ഓടിപ്പിക്കുക. ഇതിനൊക്കെ അങ്ങനെ കൊല്ലുക ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഗൈസ് പരസ്യം വരാട്ടോ ഗൈസ്. ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത് ഗൈസ് ഇതിന് ഉള്ളിൽ കത്തിച്ചാലുണ്ട് ഗൈസ്. നമുക്ക് അടുത്ത കളി വെക്കാം. അടുത്ത കളി ഇത് നമുക്ക് സൈഡിൽ ഇങ്ങനെ പോയിന്റ് ഉണ്ടാവും. ഇങ്ങനെ തൊട്ടെടുത്താൽ മതി ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കാണ്ട് കളിക്കും. അപ്പോൾ മറ്റേ തട്ടാൻ പാടില്ല. തട്ടിയ ഔട്ടാണ്. ഇനി ഇത് അമ്പലത്തിൻ്റെ എന്താണ് തോന്നുന്നത് ഗൈസ്. ഇത് നമ്മളെ ഈ സാധനം ഫുള്ളാകുമ്പോൾ ഇട്ടാൽ നമുക്കിപ്പോൾ അങ്ങനെ കിട്ടും. അത് അങ്ങനത്തെ ഇതാണ് നിങ്ങൾ കാര്യം. ഇത് ഒരൊറ്റ ഗെയിമാണ്. ഇത് ഒരൊറ്റ ഗെയിമാണ്. ഇത് ഒരു 50 MB ഉള്ളൂ ഗൈസ്. എന്താ പറയുക പൊളിയുണ്ട് ഗൈസ്. ഇത് സംഭവം നമ്മളിങ്ങനെ നുറുക്ക് ഇങ്ങനെ ആക്കി സ്ക്രീനിൽ ഇങ്ങനെ നുറുക്കും. ഈ നമ്മൾ MS പ്ലെയറിലൊക്കെ സൗണ്ട് ഇങ്ങനെ കൂട്ടി അതേമാതിരി ഇങ്ങനെ കൂട്ടി പോയാൽ നല്ല സ്പീഡ് പോട്ടെ ഗൈസ്. അതാണ് ഈ ഗെയിം. ഇനി നമുക്ക് അടുത്ത ഗെയിം നോക്കാം. ഇതെന്താണെന്ന് നോക്കട്ടെ. അത് നമ്മളിങ്ങനെ തൊട്ടിങ്ങനെ കളിക്കണം ഗൈസ്. അതോ നമ്മൾ പൊട്ടും അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത ഗെയിം നോക്കാം. ഇത് നമ്മളിങ്ങനെ തൊട്ട് ഇങ്ങനെ പോരാണ് ഗൈസ്. ഉണ്ടോ അങ്ങനെ തൊട്ട് നിങ്ങൾ കുറേ നുറുക്കിരിച്ചില്ലാണ്. ഇത് സംഭവം ഞാൻ പറയാം. ഇതിപ്പോൾ അങ്ങോട്ട് വെട്ടുക, ഒന്നും കൂടി വെട്ടുക, എന്നിട്ട് ബാക്ക് ഇങ്ങോട്ട് സൈഡിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊരു ടൈമുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ വെട്ടിയില്ലെങ്കിൽ ഔട്ടാട്ടോ ഗൈസ്. ഇതെന്താ നോക്കുക ഗൈസ്. ഇതൊരു അടിപൊളി ഗെയിമാണ് ഗൈസ്. മറ്റേ ഈ സാധനത്തിനൊന്നും തട്ടാൻ പാടില്ല. എൻ്റെ തട്ടി അതാണ് പൊട്ടിയത് ഗൈസ്. നമുക്ക് അടുത്ത ഗെയിം നോക്കാം. ഞാൻ കുറച്ച് കളിച്ചു തരുന്നത് കാരണം ഇത് വീണ്ടും ലെങ്തായി പോട്ടെ ഗൈസ്. കണ്ടോ ഗൈസ് നമുക്ക് അടുത്ത ഗെയിം നോക്കാം. എന്താണ് നമ്മളെ വെച്ചാൽ ഇങ്ങനെ വെക്കി ഒരു സൈഡിലേക്ക് വെക്കാൻ മതി. ഓരോ സൈഡിൽ ഇങ്ങനെ വെക്കുക. ഈ പെട്ടി നമ്മൾ തലയിൽ കൂടി മുകാൻ പാടില്ല. മുകാൻ നമ്മൾ നോക്കണം. എന്നിട്ട് ഗൈസ് മൂന്ന് ഗൈസ്. ഇത് ഇത്ര ഉള്ളു ഗെയിം. ഈ ഗെയിം ഇത്ര ഉള്ളൂ. പിന്നെ ഇനി അടുത്ത ഗെയിം നോക്കാം. ഇത് സംഭവം സ്പീഡ് പോകണമെങ്കിൽ ഇതാണ് നമ്മൾ തൊട്ടെടുത്താൽ മതി. വെറുതെ തൊട്ടിങ്ങനെ വെക്കാൻ മതി. നമ്മൾ ഈ പച്ച സാധനത്തുമ്പോൾ തട്ടിയ പൊട്ട് ഇത്ര എന്താ കേട്ടോ. നമ്മളിങ്ങനെ ആക്കി പോകുന്നത് തൊട്ട് ഇങ്ങനെ പോയാൽ മതി ഗൈസ്. ഇറങ്ങാൻ പാടില്ല സീനടുത്ത് ഇപ്പോൾ ഇതിൽ ഇതിപ്പോൾ എത്ര ഇതിൻ്റെ 1 2 3 4 5 6 സൈസ് ഇതുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്ത് മൂന്നാമത്തത് ഇത് കാർ ഐറ്റംസ് അങ്ങനെ അങ്ങനത്തെ ബാലൻസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കാറാണ്. അത്യാവശ്യം വന്നിട്ട് ഇത് സ്റ്റോറി ഉണ്ട് കേട്ടോ. ഇതിന് ഓരോരോ സ്റ്റോറി കണ്ട് ഗൈസ്. അത് ഇതിൻ്റെ സ്റ്റോറി അല്ല, ഈ പെറ്റിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി ഗൈസ്. ഇതിന് ഓരോരോ ദിശയുണ്ട്. ഇങ്ങനെ പോകട്ടെ ഗൈസ്. നമ്മൾ ഉണ്ടോ വേറെ ഒരിക്കലും വളയാൻ പാടില്ല. വളഞ്ഞാൽ കുത്തും ഗൈസ്. അതിപ്പോൾ അത് കുറേ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത കളി വെക്കാം. നേരത്തെ ഇതാണ് ഗൈസ്. അതൊന്ന് സക്കർ സീസൺ തോന്നുന്നല്ല. ഇത് നമ്മൾ ഇതിങ്ങനെ ഈ സ്കേറ്റിംഗ് ബോർഡാണ് ഗൈസ്. ഇത് നമ്മൾ കണ്ടോ മറ്റേ ഇതിമ്മ ഓല കോർമ്മ തട്ടാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇത് പൊളിയാണ്. അടുത്ത ചർച്ച ചെയ്യുന്നത് എപ്പോഴും തന്നെ പോയി ജ്യൂസാണ് വരുന്നത് ഗൈസ്. ഇനി നമുക്ക്
നമുക്ക് അടുത്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതൊരു എന്താണ് ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്ക് അടിച്ചോളൂ. ഇനി അടുത്ത ഗെയിം നോക്കാം ഗൈസ്. നമുക്ക് അടുത്ത ഗെയിം ഇത് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നെക്കി കൊടുത്താൽ മതി. ഓരോ സൈഡിലേക്ക് നെക്കി കൊടുത്താൽ മതി. റൈറ്റിക്ക് തിരിയണമെങ്കിൽ റൈറ്റിന് നെക്കി ഇങ്ങനെ നിൽക്കുക. എവിടെ നെക്കിയാൽ മതി. ഞാൻ അപ്പോൾ റൈറ്റിൽ നെക്കി പിടിച്ചുകൊണ്ടാണ് ആ പൊട്ടിപ്പോയത്. ഇനി അടുത്ത എന്താ നമുക്ക് നോക്കാം. ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. ഈ സാധനത്തിന് അപ്പുറത്തേക്ക് എത്തിക്കണം. അത് നമ്മളിങ്ങനെ ആക്കിയാണ് ഗൈസ്. നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി ഗൈസ്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുക. അപ്പോൾ ഒന്ന് നമ്മൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എത്തിക്കലാണ് ഗൈസ് ഇതിൻ്റെ ഗെയിം. ഇനി ഇതെന്താ നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ പിടിക്കണം ഗൈസ്. അത് എനിക്ക് മനസ്സിലായി. ഇത് ഓരോരോ ബോട്ടിന് തകർക്കുക. ഇത് ഓരോരോ ബോട്ടിന് തകർക്കുകയാണ് ഈ ഗെയിം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇത് കാറിന് കേട്ടോ. രണ്ട് കാറും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒന്ന് രണ്ട് പൊട്ടി അത്ര ഉണ്ട്. അപ്പോൾ പൊട്ടുമ്പോൾ എവിടെ തട്ടാണ്. ഇത് നമ്മൾ ഈ കളി തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. ഇനി 9 കളി ഉണ്ടല്ല ഇത് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. ടൈലി നമ്മളിങ്ങനെ മാത്രം കളിയിൽ ഇത് ഒരൊറ്റ ആപ്പാണ്. ഇത് കുറച്ച് ആപ്പാട്ട് ഗൈസ്. ഇത് ചെറിയ ആമ്പേ ഉള്ളൂ. അങ്ങനെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആവശ്യം സ്ഥലത്തെല്ലാം ബുക്ക് ചെയ്ത് നമുക്ക് അടുത്ത് ഗെയിം നോക്കാം. ഇത് നമ്മൾ അതായത് ഓരോരോ ലെഫ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഓരോ കാറും അനുസരിച്ച് നമുക്ക് ₹1 2 പേര് കിട്ടുന്നുണ്ട്. നമ്മൾ ഇത് ഇങ്ങനത്തെ ഗെയിമുണ്ട് ഗൈസ്. അത് ഇങ്ങനെ പോകും. അടിയിൽ എവിടെയും തട്ടാൻ പാടില്ല. അടിയിലും നെറിയിലും തട്ടാൻ പാടില്ല. നമുക്ക് അടുത്തത് ട്രെയിനാട്ടോ ഗൈസ്. ഇത് ട്രെയിൻ ഇതിങ്ങനെ പച്ച. ഇവിടെ ഒരു റൈറ്റിൽ പച്ചുണ്ട്, ലെഫ്റ്റിൽ റെഡുണ്ട്. റെഡ് തൊടാൻ പാടില്ല. റെഡ് ബ്രേക്കാട്ടോ ഗൈസ്. നമ്മൾ ഈ വരുന്ന ട്രെയിനിനെ കുത്താൻ പാടില്ല. നമ്മളിപ്പോൾ കുത്തിയാൽ ഔട്ടാവും. ഇതിൽ ഒരു രണ്ടാമത്തെ ട്രെയിൻ വന്നു. നമ്മൾ അടിച്ചു ചെയ്ത് ഗൈസ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇപ്പം 3 കഴിഞ്ഞു ഗൈസ്. 4 നമ്മൾ കളിക്കാൻ പോകുന്നത്. 4 ഒരു വെറൈറ്റി ആയിട്ട് ഗൈസ്. ഇത് നമ്മൾ ചിത്രം വരയ്ക്കാനുള്ളത്. ഇത് നമ്മൾ കാണും. അതും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരച്ചിട്ടാൽ മതി ഗൈസ്. അത് ശരിയായാൽ അടുത്ത സാധനം അടുത്തത് വരും ഗൈസ്. ഇതിൻ്റെ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇതിപ്പോൾ ഇതിങ്ങനെ തരും. ഇതെല്ലാം വേണ്ടി ഇനി ഇത് ഇങ്ങനെ വേണ്ട. ആദ്യം അതിൻ്റെ സൗണ്ട് അനുസരിച്ച് നമ്മൾ നക്കലാണ്. ഇതിപ്പോൾ 100 കാണുന്ന സാധനം ഉണ്ടാവും. അതിങ്ങനെ ഇങ്ങനെ നിൽക്കിയാൽ മതി. 100 കാണുന്ന ചിത്രം അടി തന്നെ നിൽക്കിയാൽ മതി. അതാണത്. ഇനി ഇതെന്താ നോക്കാം. ഇത് നമ്മളെ ആംഗ്ലി ബേർഡ്സ് ഇല്ലേ ഗൈസ്. ആംഗ്ലി ബേർഡ്സ് മതി കേട്ടോ ഗൈസ്. നമ്മളിങ്ങനെ ഉണ്ടോ ആംഗ്ലി ബേർഡ്സ് മതി. നമ്മളെ ആംഗ്ലി ബേർഡ്സ് ഉണ്ടോ പണ്ട് കളിച്ച് നമ്മളെ ആംഗ്ലി ബേർഡ്സ് മതി. ആംഗ്ലി ബേർഡ്സ് മോഡലാണ്. ഇനി അടുത്ത് ഇത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഈ കളറാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് വൈറ്റ് എടുക്കണം. ഈ വൈറ്റിനെ എടുക്കുക. നമ്മൾ റൈറ്റ് സാധനം വെച്ചാൽ വൈറ്റ് കൊടുത്തു ഗൈസ്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് എടുക്കുക. അതിൻ്റെ സാമ്യമായില്ലേ മാത്രമേ ഉള്ളൂ. നമ്മൾ കളഞ്ഞ് യോജിപ്പിക്കുകയാണ് അതിൽ. ഇത് നമുക്ക് സുഖമാട്ടോ. ഇത് നമ്മൾ ഈ കാറിന് വെച്ചിപ്പോൾ വജ്ജ് വെക്കി കൊടുക്കണം. അത് ഞാൻ കാണിച്ചത് ഒരു കളി ഞാൻ മാത്രം കാണിച്ചോട്ടെ. ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇപ്പോൾ എനിക്കിങ്ങനെ അറിയാം. അടുത്ത പരസ്യം ഗൈസ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് നമുക്കൊരു യുദ്ധം ഗൈസ്. കുറേ ബലൂൺസ് നമ്മൾ ഈ സ്ഥലത്ത് ഈ വട്ടത്തിൻ്റെ വട്ടം നമുക്ക് ഓരോരോ ബലൂണിനെ കൊല്ലും. ഡൊലൂല് വന്നിട്ടുണ്ടാവും. ലൈഫ് ഉണ്ടാവും 5 5 ലൈഫിൻ്റെ താഴെ ഒരു അങ്ങനെ ഓരോന്ന് പൊട്ടിച്ചാൽ നമുക്ക് അതിന് ഇത് കിട്ടും. നമ്മൾ 2 പൊട്ടിച്ചാൽ നമുക്ക് കിട്ടി. ഒന്നും ഉണ്ടായി. ഇപ്പോൾ 2 കൂടി നമുക്ക് അടുത്ത ഗെയിം ഗൈസ്. അടുത്ത ഗെയിം
പറഞ്ഞത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ നെറുവിലിങ്ങനെ കാണില്ലേ, അത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഈ ബോക്സിൽ എത്തുമ്പോൾ നമ്മൾ നെക്കി കൊടുക്കണം. അതാണ് ഈ ഇതിൻ്റെ ഗെയിം. നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോയാലോ. ഇത് സംഭവം ഇതാ, അങ്ങനെ നെക്കിയാൽ മതി ഗൈസ്. നമ്മൾ ഈ സാധനം, ഈ അടിയിലുള്ള സാധനം, ഈ ബോൾ നമ്മൾ രക്ഷിക്കണം. വെച്ചാൽ നമ്മൾ ബോളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡബ്ബർ പന്ത് പോലെ വേണം. അപ്പോൾ 2 പന്തായി, അങ്ങനെ പല പന്തും വരും. നമുക്ക് ഇനി അടുത്ത ഗെയിം നോക്കാം. ഇത് സംഭവം നമ്മളിങ്ങനെ തൊട്ടെടുത്താണ്. എന്നിട്ട് ഇങ്ങനെ ഇതിനെ മാക്സിമം ഇതിൻ്റെ അടിയിൽ എത്ര കൊള്ളുണ്ട് നോക്കാം. അങ്ങനെ പല കുറേ പന്തുകൾ വരും. അത്ര നമ്മളിതിൻ്റെ ബോക്സിൻ്റെ അടിയിലാക്കണം. ഇനി നമുക്ക് അടുത്ത ഗെയിം നോക്കാം. ഇത് സംഭവം സുഖമാട്ടോ. ഇത് നമ്മളിങ്ങനെ 2 വെക്കുക, 1 വെക്കുക. ഇത് അടിയിൽ ഇത് വരും. പൊളിയാട്ടെ, ഇത് പൊളി കഴിഞ്ഞിട്ട് നമ്മൾ കളിച്ചോളാം. ഇത് നമ്മൾ ബർഗർ ഉണ്ടാക്കുന്നത്. ആ വെച്ചാൽ ആദ്യം ബെല്ലിന് വേണം, പിന്നെ ഇത് വേണം, ഇത് പിന്നെ ഇതാണ് നമ്മൾക്ക് ഒരു ഇത് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ നമ്മളെ ഫോണ് ചെരിച്ചു കൊടുത്താൽ മതി. ആ ഫോണ് ചെരിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഫോണ് ചെരിച്ചിങ്ങനെ കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ഗെയിം നോക്കാം. അടുത്ത ഗെയിം പറഞ്ഞത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെയാണ് ഗൈസ്. ഇത് നമ്മൾ ബോൾ ഇതാക്കണം. 3 ബോളായാൽ പൊട്ടും. അങ്ങനെയാണ് ഗൈസ്. നമുക്ക് അടുത്ത ഗെയിം നോക്കാം. ഇത് കുറേ സാധനങ്ങൾ വരും. ഇതിന് ഓരോ യോജിച്ച സ്ഥലത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുക ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇത് പോയപ്പോൾ അത് നമ്മൾ നേരെ അടിയുള്ള സ്ഥലത്ത് തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് ഇതിൻ്റെ സ്ഥലത്ത് തന്നെയാണ്. ഇത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് അങ്ങനെ ആക്കി കൊടുത്താൽ പൈസ കിട്ടും. ഇത് നമ്മൾ ശരിക്കുള്ള പൈസ അല്ല കിട്ടട്ടെ ഗൈസ്. ഇത് നേരത്തെ കണ്ടില്ല ഗൈസ്. നമ്മൾ അതേമാതിരി ഇതാണ് ഗൈസ്. നമുക്ക് ഇങ്ങനെ നിൽക്കുക, ഒന്നും കൂടെ നിൽക്കുക. തിരിയാണെങ്കിൽ ഇങ്ങോട്ട് തിരിയാം, അങ്ങോട്ട് ചാടണം, ഇങ്ങോട്ട് ശരി ഇതന്നെ നിൽക്കേണ്ടത്. അങ്ങനെ കളിച്ചാൽ ഇത് നേരത്തെ കളിച്ച മാതിരി തന്നെയാണത്. ഇത് നമ്മൾ എന്താ പറയുക, ക്യാൻഡി ക്രഷില്ലേ ഗൈസ്, അത് തന്നെ കേട്ടോ ഗൈസ്. ക്യാൻഡി ക്രഷ് തന്നെയാണ് ഗൈസ്. ഇത് ഓരോ ടൈം ഉണ്ടാവും. ഇത് നമ്മളൊരു പൈപ്പ് യോജിപ്പിക്കുക. അതിങ്ങനെ കാണിച്ചു തരിക. ഇതിങ്ങനെയൊക്കെ വരും. നമ്മളിങ്ങനെ പൈപ്പിങ്ങനെ യോജിപ്പിക്കുക ഗൈസ്. അതങ്ങനെയാണ് ഗൈസ്. ഇനി അടുത്ത ഗെയിം നോക്കാം. എന്താ വെച്ചാൽ മഞ്ഞമ്മക്ക് നക്കണം, പച്ച കഴിഞ്ഞാൽ പൊട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഗെയിം. അതിന് ആ ആരോമാർക്കിൻ്റെ ഇതാട്ടോ ഗൈസ്. ഇനി അടുത്ത് നമുക്ക് ഇനി 4 കഴിഞ്ഞ് 5ാമത്തെ ഗൈസ്. ഇത് നമുക്ക് കളറിങ് ചെയ്യാം. നമുക്ക് ഓരോരോ ഇതെടുക്കുക, എന്നിട്ട് ഇതിപ്പോൾ നിൽക്കുക, എന്നിട്ട് നമുക്ക് കളറിങ് എടുക്കാം. ഇത് തൊട്ടടുത്താൽ മതി നമുക്ക് കളറിങ്. ഇനി നമുക്ക് പരിശ്രമം ഗൈസ്. നമുക്ക് എന്താ പറയുക, നമ്മൾ തെറ്റടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ പറയുക, ഇത് പിയാന്ന് പറഞ്ഞാൽ ഗിറ്റാറാണ് ഗൈസ്. ഇത് ഗിറ്റാറാണ്. ഗിറ്റാർ നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഇത് പറഞ്ഞത് നമ്മൾ ഓരോ സാധനത്തിനും വരയ്ക്കണം. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുക, നമുക്കൊരു ഉണ്ടാക്കണം, നമുക്ക് പൈസ കൊടുക്കണം. ഇത് ഓരോ സാധനം മേടിക്കണമെങ്കിൽ തന്നെ. അതുകൊണ്ട് ഞാൻ കളിക്കണമെങ്കിൽ തന്നെ അല്ല കേട്ടോ ഗൈസ്. ഇത് നമ്മൾ തന്നെ പെയിൻറ്റ് കൊടുക്കുക ഗൈസ്. ഇത് നമ്മൾ തന്നെ പെയിൻറ്റ് കൊടുക്കാം. ഇത് നമുക്ക് ഓരോരോ സാധനങ്ങൾ മേടിച്ചാനാണ് ഗൈസ്. ഓരോരോ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. ഇത് നമുക്ക് പറഞ്ഞത് ഇത് ഓരോരോ സാധനം വെച്ചുകൊണ്ട് കാണിച്ചു തരാം. വെക്കുക, പല സാധനം വെക്കാം കേട്ടോ ഗൈസ്. നമുക്ക് പല സാധനം വെക്കാം. നമുക്ക് ഇങ്ങനെ മറിച്ചിടാം. എനിക്ക് ചെയ്യട്ടെ ഗൈസ്. ഇത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അടുത്ത ഗെയിം നോക്കുക ഗൈസ്. അടുത്ത ഗെയിം പറഞ്ഞത് ഇത് നമ്മൾ എന്താ പറയുക, ഗെയിമല്ല ഗൈസ്. നമുക്ക് ഫുഡ് കഴിക്കണം, എന്തെങ്കിലും സാധനം ഉണ്ടാക്കണം. നമ്മളിപ്പോൾ നമുക്കിപ്പോൾ കോൽമുട്ടായി ഉണ്ടാക്കണം. ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കാണിച്ചാൽ കേക്ക് തന്നെ കിടക്കും. അപ്പോൾ അതിന് 40 റുപ്യയുണ്ട് ഈ സാധനമാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ അത് ഒന്ന് ബക്കറ്റ് കിട്ടേക്കാം. പിന്നെ നമുക്ക് ബെന്നു വേണം. ബെന്നു ഒന്ന് ബക്കറ്റ് കിട്ടേക്കാം. പാല് വേണം. പാല് 25 റുപ്യാണ് പാലിന്. പിന്നെ ചീസാണ് എന്തോ സാധനമാണ്. 125 റുപ്യ നിൽക്കുക. ആ 125 നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മിക്സിയിൽ അടിച്ച് ഓണാക്കുക. നമ്മളിതിന് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഇല്ല, നമ്മൾ കേക്ക് റെഡിയായി. ഇനി ഞാൻ സാധനം കാണിച്ചു തരട്ടെ. ഇത് പിയാനോ ശരിക്കുള്ള പിയാനോ. പിയാനോ നമുക്കത് മാറ്റിയുണ്ട് ഉണ്ടോ, മാറ്റുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഗെയിം നോക്കാം. ഇത് ഡ്രംസ് ആട്ടോ. നമ്മൾ ഉണ്ടോ
ഇതൊരു ഡ്രംസാണ്. നമുക്കത് മാറ്റി കഴിഞ്ഞ് അടുത്ത ഗെയിം നോക്കാം. ഇത് നമ്മൾ ഓരോരോ നമ്മൾ തരാം. അത് നമ്മൾ കുഴിച്ച് കേട്ടോ. നമുക്കിപ്പോൾ വീട്ടിൽ കുഴിച്ചിടക്കാം. അല്ലെങ്കിൽ ഈ ഗെയിമിൽ കുഴിച്ച് നമ്മളിപ്പോൾ ചിലവർ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓൾക്ക് പറ്റുന്ന കഴിയും ഇതിങ്ങനെ ഇതാക്കി കൊടുത്ത് നമുക്ക് വീട്ടിൽ നിന്നിട്ട് അവസാനം നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ അതാണ് അത് ഞങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോസ് കാർഡ്, നീല കാർഡും. ഈ റോസ് കാർഡിൻ്റെ കേട്ടോ കഴിച്ച്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് 4 റോസ് കാർഡുണ്ട്. ഈ അടിയിൽ കാണുന്ന റോസ് കാർഡ് ഞാൻ കാണിച്ചു തരാം. ഇത് പൊണ്ണി ഞാൻ നെക്കി ഇതിനെന്തോ നമുക്ക് അടുത്ത് നോക്കട്ടോ. ഇതിൻ്റെ സാധനങ്ങൾ അത് ഇവിടെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ സാധനങ്ങളിൽ തന്നെ വെക്കുക. ഇത് ഇവിടെ 3 ഉണ്ടല്ലേ, എനിക്ക് 4 ഉണ്ടായി 3 ഉണ്ട്. അത് നെക്കിയാൽ ഇങ്ങനെ ഒന്ന് നീട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ എന്നിട്ട് ഈ സാധനം എവിടെ ഉണ്ട് നോക്കുക ഗൈസ്. അപ്പോൾ അത് 3ാമത്താണ് ഗൈസ്. നോക്കി നിങ്ങൾ അങ്ങനെ വെച്ച് കൊടുക്കട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇത് നമ്മൾ ഫിഷിങ് ഇതാട്ടോ. നമുക്ക് ഫിഷ് മേടിക്കണം. ഫിഷ് മേടിക്കാൻ ഇവിടെ ഒരു സാധനം ഉണ്ടാവും. ലെഫ്റ്റിലൊരു 100 സംഭവം ഉണ്ടാവും. നമ്മൾ മേടിച്ചാൽ ഞാനിപ്പോൾ ഒരു ഇതിന് മേടിച്ചിട്ടുണ്ട്. അതിന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം. നമുക്കൊന്ന് നോക്കട്ടോ. അതിൽ പല സാധനങ്ങളുണ്ട്. നമുക്ക് തീറ്റ വരെ ഇട്ട് കൊടുക്കാം. നമുക്ക് സംഭവമൊക്കെ ഇട്ട് കൊടുക്കാം. തീറ്റ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ തീറ്റ ഗൈസ്. നമുക്ക് അടുത്ത് നോക്കാം. ഇനി അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു നീലക്കാട്. നീലക്കാടാട്ടോ. അത് നമ്മൾ അതിന് നേരത്തെ മാതിരി തൊടുക എന്നിട്ട് ഇങ്ങനെ വെക്കുക. അപ്പം 31 കിട്ടിയത് ഗൈസ്. അപ്പോൾ ഇത് 31 ഇവിടെ വെക്കുക. ഇതവിടെ കൊണ്ട് വെക്കുക. എന്താ ഇതിൻ്റെ അവസാനം ഒരു കഥയായി മാറും. ഇനി നമുക്ക് ഇപ്പോൾ 5 കഴിഞ്ഞു. ഇനി നമുക്ക് 6ാമത്തെ പോകാം ഗൈസ്. 6ാമത്തെ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഗെയിം കളിക്കാം, ഡ്രംസ് കളിക്കാം, അടുക്കളയിലൊക്കെ പോവാം. ഭക്ഷണത്തിൽ ബുക്കിൻ്റെ അടുക്കൊക്കെ പോകാം ഗൈസ്. നമുക്ക് അടുത്ത ഗെയിം നോക്കാം. അപ്പോൾ അതിന് പരസ്യമാണ് ഗൈസ്. അതാണ് മെയിൻ പ്രശ്നമായത്. നമുക്ക് തൊട്ടടുത്തേക്കാം. എന്നിട്ട് അടുത്ത ഗെയിം നമ്മൾ ഇതാവട്ടോ. നമ്മൾ ഡോക്ടറാണ് ഇത് നമ്മളാണ് ഈ സംഭവം. ഇവരെ നിൽക്കുക. അപ്പോൾ ഇവർക്ക് എന്താണ് ഓരോ രോഗങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഇതാണ് പറഞ്ഞത് എല്ലിൻ്റെതാണ്. ഇത് നമ്മൾ യോജിപ്പിച്ചുണ്ട്. വെച്ചു കൊടുത്താൽ മതി. അങ്ങനെ തൊട്ടടിക്കുക. നമ്മൾ പൈസ കിട്ടി. അപ്പോൾ അടുത്ത ഗെയിം നോക്കാം. അടുത്ത കഴിച്ച് നമ്മൾ എന്താ പറയുക എല്ലാവർക്കും എന്താ പറയുക ആഗ്രഹം സൂ തുടങ്ങാൻ അങ്ങനെ സംഭവം നമുക്ക് അത് നമുക്ക് സൂ തുടങ്ങാൻ നമുക്ക് വീട്ടിൽ തുടങ്ങുന്നത്. ഞാനിപ്പോൾ കാണുന്നത് ഇതാണ്. അങ്ങനെ അത് നമുക്ക് ഓരോരോ വഴികളുണ്ടാക്കി മെഷീൻ അതിന് ശേഷം നമ്മൾ ഈ കാര്യം ഇപ്പോൾ നമ്മൾ കൂട് നട്ടിട്ടുണ്ട്. അപ്പോൾ 4 ചെറിയ കൂട് കാണുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടും. അങ്ങനെ പല സംഭവം കിട്ടും ഇതിൽ. അങ്ങനെ നമുക്ക് ഇതാക്കാം. ഇനി നമുക്ക് അടുത്ത ഗെയിം നോക്കാം. നമ്മൾ കളിക്കുന്നത്
ഇത് ഓരോരുത്തർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കലാണ്. അതെന്ന് വെച്ചാൽ എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കാനാണ് പറയുന്നത്. ആ മിക്സിയിലിട്ട് അങ്ങനെ അടിച്ചാണ്ട് അപ്പോൾ ഒരാളത് കാണിച്ചു തരാം. എന്നിട്ട് മിക്സിമ തൊടുക, എന്നിട്ട് മറ്റേ ചങ്ങായിക്ക് എന്നിട്ട് അത്ര ഉള്ളൂ. നമുക്ക് അടുത്ത് വേണം കുറേ ആൾക്കാർ വരും, ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് അടുത്തത് ഒരു ഇതാണ് പൈസ വെച്ചാൽ നമ്മൾ ഡ്രില്ലിങ് ഇത് കൂളി ഗെയിമാണ്. ആപ്പുള്ളി ഡിസ്ക്രിപ്ഷനിൽ വെക്കണം. ഇതൊരു ഗെയിം ഇത് നമ്മൾ ഞാൻ കാണിച്ചു തരട്ടെ. ഇതിപ്പോൾ ഒരു സാധനം വന്നു. നമുക്ക് ഈ കണക്കിന് യോജിപ്പിക്കണം. അത് എത്ര വരെയുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ. എത്ര വരെയുണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ ഉപയോഗിച്ചില്ല, അതാണ് പ്രശ്നം. ഇതും നേരത്തതുമായില്ല ഒരു ഗെയിം തന്നെയാണ്. വേറെ സാധനങ്ങളാണ് മാത്രം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ യോജിപ്പിച്ച് അടുത്ത സാധനം കിട്ടി. ഇങ്ങനെ നമുക്ക് ഇതിൽ എന്തൊക്കെ സാധനമാണ്, ഇത്രയും സാധനങ്ങളുണ്ട്. ഇത് നമ്മൾ ഓരോരോ പെട്ടാണ്. ഇത് പൈസ ഉണ്ടാക്കുക. ഇത് നമ്മളൊരു പശുക്കുട്ടിയാണ്. അത് നമുക്ക് വരക്കിങ്ങനെ പൈസ അതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലെ ഗെയിമുകൾ. അപ്പോൾ കഴിച്ച് നമ്മൾ രണ്ടാമത്തെ ചെറുത് എത്തി കഴിച്ചു. വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ വയസ്സെത്തി കുറച്ച് വലിപ്പം കൂടി. അത് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതൊന്നും ചെയ്യില്ല, ചിലപ്പോൾ ഫുള്ളാവും ഗൈസ്. നമുക്ക് തെറ്റടിക്കാം ഗൈസ്. രണ്ടാമത്തെ പൊങ്കാലായിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യാറോ, നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് ഓരോരോ സ്ഥലങ്ങളൊക്കെ ഇതിലെല്ലാത്തിനും മാറ്റാം. നമുക്ക് ഫുഡ് ഒരു ഫുള്ളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ളിലേക്ക് നമുക്ക് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേര് ജാസ്ബിയൂഡ് എന്നാണ്. ഗെയിമർ ഡ്യൂഡ് എന്നല്ല ഗൈസ്, ജാസ്ബിയൂഡാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പോയിക്കാണ്ട് ഫോളോ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തേക്ക് നമുക്ക് ഞങ്ങളുടെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം. ബൈ ബൈ.